ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ടോപ്പോയിലേക്ക് കേട്ടാ. ഞങ്ങളുടെ ലിയേഡി സ്റ്റിപ്പിന്റെയും ഹൗസ് വാമിംഗ് ആണ്. അപ്പോ 10:30ക്കാണ് വീട് വെഞ്ചിരിപ്പ്. അത് കഴിഞ്ഞിട്ട് ഫുഡ്. അപ്പൊ ഞങ്ങൾ അതിനുള്ള യാത്രയിലാണ്. അപ്പോ ന്യൂസിലാൻഡിലത്തെ ഒരു വീട്, അതിന്റെ ഹൗസ് വാമിങ്, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടോപ്പോയിലെ കുരിയാപ്പള്ളി വീട്ടിലെത്തി. കയറി ചെല്ലുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഇതെല്ലാം. കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. വീടിന് പുറത്ത് തന്നെ നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ജോമോൻ അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് നമ്മുടെ ഹാളിൽ വെക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് നിൻ്റെയായിട്ടും പോയി വീടിൻ്റെ ഒരു ഹോം ടൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. ഹാളിൽ തന്നെ ചെറിയൊരു കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ റൂമുകളിലും ഒരു തീം ബേസ്ഡ് ആണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം യെല്ലോ, നമ്മുടെ കുഞ്ഞൂസിൻ്റെ റൂം ഗ്രീൻ, അതൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ വാവാച്ചിയുടെ റൂം, അവളൊരു കുഞ്ഞ് ഗേൾ ബേബി ആയതുകൊണ്ട് പിങ്ക്. അങ്ങനെ അവരെല്ലാം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പിള്ളേരുകളൊക്കെ പോയി അവിടെ അലങ്കോലമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അടിപൊളിയാക്കിയായിരുന്നു. ഇതൊരു ചെറിയ ഗ്യാരേജ്. ഇവിടെ 2 വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേർക്ക് ഒരുമിച്ചിരുന്ന് ഒന്ന് ചില്ല് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ആപ്പിൾ മരവും ഫിജോ മരവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ഫ്രൂട്ട്സും പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിൽ തന്നെ ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ നമുക്ക് ഇപ്പം എന്തെങ്കിലും പരിപാടിക്ക് നമുക്ക് പുറത്ത് വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഫുഡ് അവിടെ നിന്ന് തന്നെ സെർവ് ചെയ്യാനും, പിന്നെ നമ്മുടെ ആണുങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒളിച്ചിരുന്ന് കള്ളു കുടിക്കാനുള്ള ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ. അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബലൂൺ ആർച്ച് പോലെ വെക്കാനായിട്ട് നമ്മുടെ ജോമോൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ എല്ലാ പിള്ളേരെയും അവൻ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ പിള്ളേരുകളും എല്ലാവരും കൂടി ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊന്നൂസിന് അത് പറ്റണില്ല കേട്ടോ. പൊന്നൂസ് എന്തോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് അത് സാധിക്കുന്നില്ല. അതിനിടയിൽ നമ്മുടെ ഷുക്കു പറന്നുപോയ ബലൂണുകളൊക്കെ ഓടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ്റെ കളിയും നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ജൂലാപ്പും എൻ്റെ ഏട്ടൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അടുത്തൊരു പാക്കറ്റ് ബലൂൺ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ജൂലാപ്പും. അപ്പം ആ കർത്തവ്യം അവൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേഗം അത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാണ്. ഒരുവിധം എല്ലാ ബലൂണും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജോമോൻ ചെയ്തൊരു പരിപാടിയാണിത്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അവിടെ കുരുമുളകും കൽക്കണ്ടമാണ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് കൽക്കണ്ടവും മുന്തിരിയുമാണ്. അങ്ങനെ ഒരുവിധം എല്ലാ ബലൂണും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പം ഒരാൾ സൈഡിൽ ഫോട്ടോ എടുത്തു, ഒരാൾ സൈഡിൽ വീഡിയോ എടുത്തു തന്നു. അപ്പം നമ്മുടെ ജസ്റ്റിനും നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഒരു ചെറിയ വീട് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് തന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സ് വാങ്ങിച്ചാലും നമ്മൾ അതിൽ സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം ആ ബലൂൺ ആർച്ച് നമ്മൾ ഫ്രണ്ടിൽ പോയി സെറ്റ് ചെയ്തു കേട്ടോ. പിള്ളേർ അതിനിടയ്ക്ക് റോബ്ലോക്സ് ഒക്കെ TV യിൽ കളിക്കുന്നുണ്ട്. അവരവരുടേതായ രീതിയിൽ എല്ലാം എൻജോയ് ചെയ്യുകയാണ്. ആ ബലൂൺ എല്ലാവരും കൂടി സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഭംഗി നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്കും എന്ത് പരിപാടികൾക്കും നമ്മൾ സെറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ. So bless the water and pray a prayer of blessing and exit over the salt and over the water and then add some salt. Bless salt to the water and then we'll go and douse everything. Okay? Yeah. All right, so let's pray. In the name of the Father and the Son and the Holy Spirit. Amen. Peace be to this house and all who live here and with your spirit. And so we pray, I commend and command you in the name of the living, of the true, and of the holy God who ordered you to be cast into the water by the prophet Elisha, thus to make the stagnant water drinkable.
May you be salt-free henceforth from all evil, ministering to the well-being of all who believe. May you give health of mind and body to all who partake of you, and from any place where you are sprinkled, may all evil fantasies depart, and all wickedness and all the cunning scheming of Satan. And may every evil spirit flee away at the command of him that is to come to judge the living and the dead, and the world by fire. Amen. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അച്ഛൻ ഉപ്പും വെള്ളം വെഞ്ചരിച്ചതിന് ശേഷം അടുക്കളയും ഡൈനിങ് ടേബിളും ഹോളും 3 മുറിയും ആ ഗ്യാരേജും വീടിൻ്റെ ഫ്രണ്ടിലും വീടിന് ചുറ്റും എല്ലാം വെഞ്ചരിച്ചതിന് ശേഷമല്ലേ നമുക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടുക. Thank you, Lord, for every blessing and every day that I breathe. Your love is the reason for my smile, and the hope that I always carry. For everything you are, I will sing with a heart full of love. Oh, full of love, with love. Thank you, Lord, for every blessing and every day that I breathe. Your love is the reason for my smile, and the hope that I always carry. For everything you are, I will sing with a heart full of love. Oh, full of love, with love. Thank you, Lord, for every blessing and every day that I breathe. Your love is the reason for my smile, and the hope that I always carry. For everything you are, I will sing with a heart full of love. Oh, full of love, with love. Thank you, Lord, for every blessing and every day that I breathe. Your love is the reason for my smile, and the hope that I always carry. For everything you are, I will sing with a heart full of love. Oh, full of love, with love. Thank you, Lord, for every blessing and every day that I breathe. അങ്ങനെ ബ്ലെസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റെബിനും ലിയയും കൂടി പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. ഇനി പാല് തിളച്ചതിന് ശേഷം എല്ലാവർക്കും ആ പാല് നമ്മൾ പഞ്ചസാരയിട്ട് കൊടുക്കുന്നതാണ്. എങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലത്തെ വീട് വെഞ്ചിരിപ്പിനും എല്ലാവരും ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ന്യൂസിലാൻഡിലും. അങ്ങനെ പാല് തിളയ്ക്കണമെന്ന് നോക്കി ഞാൻ സൈഡിൽ നിന്നു. പാല് തിളച്ച് ഒരുപാട് പോകരുതല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ അടുപ്പല്ലാത്ത കാരണം നമ്മൾ കുറേ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദേ നമ്മുടെ പാല് നന്നായിട്ട് പുറത്തോട്ട് തിളച്ച് വരികയാണ്. പക്ഷെ അതൊന്നും പോരാ, പുറത്തോട്ട് പോകണം തന്നെയായിരുന്നു എല്ലാവർക്കും നിർബന്ധം. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ പാത്രത്തിൽ വെച്ച് പുറത്തോട്ട് കുറച്ച് തിളപ്പിച്ചും കളഞ്ഞിട്ടുണ്ട്. പക്ഷെ വേഗം തന്നെ ഞങ്ങൾ തുടച്ചെടുത്തു കേട്ടോ. ഇത് കരണ്ടിലുള്ളതായതുകൊണ്ടും പെട്ടെന്ന് അതിനകത്തോട്ടൊക്കെ പാല് ഇറങ്ങി പോകുന്നുള്ളത് കാരണം കൊണ്ട് സൂക്ഷിച്ചു. അങ്ങനെ നമ്മുടെ തിളപ്പിച്ച പാല് ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലാക്കി എല്ലാവർക്കും ലിയ തന്നെയാട്ടോ കൊണ്ടുകൊടുത്തത്. ഫസ്റ്റ് തന്നെ നമ്മുടെ അച്ഛനും സ്റ്റീബിനും വേണ്ടിയിട്ടാണ് കൊണ്ടുകൊടുത്തത്. അവരവിടെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ അച്ഛൻ ഒരു ഇംഗ്ലീഷുകാരനാണെങ്കിലും ആൾക്ക് ഇതൊന്നും പുതിയതല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഓരോ ആചാരങ്ങൾ കാണുമ്പോൾ ചെറിയ രീതിയിൽ ആൾ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ലിയ എല്ലാവർക്കും പാല് കൊണ്ടുകൊടുത്തു. അതിനിടയിലാണ് നമ്മുടെ കുഞ്ഞൂസ് അവിടെ ഇരുന്നായിരുന്ന കൽക്കണ്ടവും മുന്തിരിയും ഒക്കെ എല്ലാവർക്കും കൊണ്ടുകൊടുത്തത്. അങ്ങനെ എല്ലാവരും കൽക്കണ്ടവും മുന്തിരിയും തിന്നുന്നതിൻ്റെ തിരക്കിലാണ്. അതിനിടയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന കേക്ക് കൊണ്ടുകൊടുത്തത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ അത് ഞാൻ എല്ലാവർക്കും കൊണ്ടുകൊടുത്തു. അതിനുശേഷം നമ്മുടെ അഞ്ജുവും ജെയിനിയും കൂടിയിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചത്. സ്റ്റൂ ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ മാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിൽ ബ്രെഡും സ്റ്റൂവും, വേറെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിയും ചമ്മന്തിയും. പിന്നെ നമ്മുടെ അഞ്ജും ജെയിനും കൂടി മസാല ദോശയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ അച്ഛന് നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ ചായ ചോദിച്ചതാണ് കണ്ടത്. അങ്ങനെ നിൻ്റെയേട്ടൻ അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചെറിയ രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെയേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇഡ്ഡലി വാങ്ങിച്ചു തന്നെയാണ് കാണുന്നത്. നിൻ്റെയേട്ടൻ ഇഡ്ഡലി കഴിച്ചതിനിടയ്ക്ക് ജസ്റ്റിൻ മസാല ദോശ കഴിച്ചു. അതിൻ്റെ അപ്പുറത്തിരുന്ന്
സെഫി ചേട്ടനും മസാല ദോശ കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ തിന്നതിൻ്റെ ഇടയ്ക്ക് അഞ്ചും ജെയിനും കൂടി വേഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വേഗം എടുത്തു. അതിനുശേഷം എൻ്റെ അടുത്ത് ദോശ തന്നെ കണ്ടപ്പം അതും ഞാൻ പോയി കുറച്ച് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ജീവനും അഞ്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പാമയിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഉച്ചയായി, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അടിപൊളി ബിരിയാണിയും ചിക്കനും സർലാസും അച്ചാറും പപ്പടവും ആയിരുന്നു ഉച്ചക്കലത്തെ ഭക്ഷണം. ഇത് നമ്മുടെ സ്വന്തം സോബിൻ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അങ്ങനെ വേഗം തന്നെ ഞങ്ങളെല്ലാവരും ചോറെടുത്ത് ഓരോ സൈഡിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തർ അതിനിടയ്ക്ക് വരുന്നുണ്ട്, എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്, പിള്ളേരുകളായാലും ഒരു സൈഡിൽ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും പറ്റിയ സ്ഥലത്ത് കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ ബബിത ഇവിടെ പുറത്തിരുന്ന് കഴിക്കണം കേട്ടോ. കൊച്ച് പുറത്ത് ഓടി കളിക്കുന്നുണ്ട്. അപ്പം അവനും നോക്കി അവനും ഭക്ഷണം വാരി കൊടുത്ത് അവള് പുറത്തിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ സൈചേട്ടനും ജീവനും കൂടി ലിയയുടെ അടുത്ത് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ പാപ്പൂസ് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അടുത്തോട്ട് വന്ന് നോക്കാം. ഞങ്ങൾ പിന്നെ പെൺപട്ടാളങ്ങളെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരുന്ന് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ചും ഞാനും അടുത്തിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഡിൻസി ഉണ്ട്, പ്രിയ ചേച്ചി ഉണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം ഞങ്ങൾ ഭക്ഷണത്തിനെ കുറിച്ച് പറയായിരുന്നു. എന്ത് ടേസ്റ്റാണ് കാണിച്ചത്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് അടിപൊളി. എൻ്റെ ചിക്കനൊക്കെ തീർന്നു കേട്ടോ. ഫുഡ് ഒരുവിധം കഴിച്ച് തീർന്നിട്ടുണ്ട്. പിള്ളേരുകൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എല്ലാ റൂമുകളിലായിട്ട് എന്തൊക്കെയോ കളിക്കുന്നു, വർത്താനം പറയുന്നു. അതിനിടയ്ക്ക് അവർ തകർക്കുകയാണ്. അവരെന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ചീട്ട് കളിക്കുന്ന ഒരു സൈഡിൽ, പോക്കിമോൻ കാർഡ് കളിക്കുന്നു. അപ്പം വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനിടയ്ക്ക് ഇവരും ഓരോ സൈഡിൽ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ലിതിനും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിന് ഓൾറെഡി 3 ആഴ്ചയായിട്ടുണ്ടായല്ലോ. ആ കൊച്ചിനെ കൊണ്ടാണ് അവൻ വന്നത്. അങ്ങനെ കൊച്ചിനെയും കാണാൻ പറ്റി. അങ്ങനെ ഒരു സൈഡിൽ ലിയ ഹോം ടൂർ കൊടുക്കുന്നു, ഇവിടെ എല്ലാവരും വർത്താനം പറഞ്ഞു വെക്കുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാം ഒരുവിധം അവസാനിച്ച ശേഷം ജീനമോള് ക്ലീനിങ് തുടങ്ങി. ഞാനും ഇൻഡോവേട്ടനും കൂടിയിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്തത്. കാർപ്പറ്റിലൊക്കെ പിള്ളേർ കഴിച്ച് ചോറൊക്കെ വീണത് കാരണം കൊണ്ട് പെട്ടെന്ന് അതെല്ലാം മാറ്റിയില്ലെങ്കിൽ എല്ലാം ചവിട്ടി അരച്ച് നടക്കും. അത് കാരണം കൊണ്ട് ഹോളൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുത്തു. അതിനിടയ്ക്ക് നമ്മുടെ ജൂലാപ്പൂവിൻ്റെ ചെറിയ ചെറിയ ഗോഷ്ഠികളും. എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ സാധാരണയുള്ള റീൽസ് എടുക്കലും. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടി സ്റ്റെപ്പ് പഠിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് സ്റ്റെപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് പഠിക്കുന്നു, സ്റ്റെപ്പ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ഈ കബാബ് ഷോപ്പിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഉച്ചക്കലത്തെ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ തിങ്കളാഴ്ച മുതൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണല്ലോ. ഇതിനകത്ത് റൈസ്, ചിക്കൻ, ബാർബിക്യൂ സോസ്, അയോളി, പിന്നെ ഇത് ഹമൂസ്, ഇത് ബീട്രൂട്ട് യോഗട്ടാന്ന് തോന്നുന്നു. യോഗട്ടിന്റെ ഒരു ടേസ്റ്റ് തന്നെ സെൻറ്റൻസ്. ഞങ്ങള് ഇവനെ അത്രയും വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാലഡ് എടുത്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് റൈസും ചിക്കനും ബാർബിക്യൂ സോസും അല്ല ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഒരു ഹമൂസും മറ്റേ ഇത് പിന്നെ കുറച്ച് സാലഡ്സ് ഒക്കെ ഇട്ടു. അതിൻ്റെ ഉള്ളില് ബാർബിക്യൂ സോസും ഹോട്ട് ചില്ലി സോസും കൂടിയിട്ട് മിന്റ് സോസും ഉണ്ട്. ഫുഡ് നല്ലതാ, സൂപ്പർ. ഇഷ്ടമുള്ള ഫുഡ് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിച്ചു കഴിക്കാം. അതെ, കൂടെ തന്നെ ഞാൻ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നവരെ ബായ്.